ഓണനിലാവേ ഓമൽ കിനാവേ ഓർമ്മയിൽ തെളിയുന്ന വാസന്തമേ പൂക്കാലമേളകൾ പൂക്കും മനസ്സിലായി പൂപ്പട കൂട്ടുന്ന പൂക്കാലവും ചിങ്ങനിലാവിൽ അത്തം തെളിഞ്ഞൊരാ പത്തോണ നാളിതിന്നെത്തിടുമ്പോ മാവേലി വന്ദനെ കാത്തു നിൽപ്പു നീയും മാലോകരെല്ലാരും ഒന്നുപോലെ. എല്ലാവർക്കും നമസ്കാരം. ക്ലാപ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തമ്പനയിലിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ട വീഡിയോയിൽ കണ്ടതുപോലെ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിലെങ്ങനെ വെറൈറ്റി മലയാളം ഫോണ്ടുകൾ ആഡ് ചെയ്തുകൊണ്ട് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോകൾ നിർമ്മിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് അതിനോടൊപ്പം വരുന്ന ഓൾ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോകൾ ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് മലയാളം ഫോണ്ടുകളും കൂടി ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ നമ്മളുടെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലുള്ള സെർച്ച് ബാറിലായിട്ട് കോഡ് FML2 മലയാളം എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ. ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മൾ വരുന്നത്. അതിനുശേഷം നമ്മൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിലായിട്ട് നമ്മൾ FML ഫോൺസ് മലയാളം എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. FML മലയാളം ഫോണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യമേ തന്നെ കാണുന്ന ഈ ഒരു മലയാളം FML ഫോണ്ട് ഫ്രീ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും. അത് നമ്മൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് മലയാളത്തിലുള്ള ഫോണ്ടുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഫോണ്ടുകളിൽ നിന്ന് നമുക്ക് വേണ്ട ഫോണ്ടുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ താഴെയായിട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് കുറേ അക്കങ്ങൾ നമുക്ക് കാണാം. ഇതെല്ലാം ഫോണ്ടുകളുടെ ഫോൾഡറുകളാണ്. അപ്പോൾ അത് നമ്മൾ ഓരോരോ ഫോൾഡറുകൾ ക്ലിക്ക് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ ഫോണ്ടുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് ഈ ഫോണ്ടിൻ്റെ തന്നെ താഴെയായിട്ട് നമുക്കൊരു റെഡ് കളറിൽ ഡൗൺലോഡ് എന്ന് പറയുന്നിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ വേറൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും. അത് നമ്മൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയായിട്ട് ഒരു ബ്ലാക്ക് കളറിലെ കുറച്ച് സംഖ്യകൾ കാണാൻ സാധിക്കും. ആ സംഖ്യകൾ നമ്മൾ അതിൻ്റെ താഴെ കാണുന്ന സ്ക്വയറിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് 67609. ഓക്കെ, അതിനുശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മുകളിലായിട്ട് നമുക്ക് നമ്മളുടെ ഒരു ഫയൽ ഡൗൺലോഡ് ആയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ട ഫോണ്ടുകളെല്ലാം ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക് അടിക്കുക. ഓക്കെ, ഇനിയാണ് നമ്മൾ ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളുടെ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഇമേജുകൾ ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളിവിടെ താഴെ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇമേജുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇമേജുകൾ ഓരോന്നും ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ക്രീനിൻ്റെ ഫുൾ സ്ക്രീൻ ആക്കി വെക്കുക. അങ്ങനെ നമ്മൾ ഓരോ ഇമേജും ക്ലിക്ക് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കി വെക്കുക. ഓക്കെ, നമ്മുടെ ഇമേജുകളെല്ലാം നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മ്യൂസിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഏത് പാട്ടിൻ്റെ ആണോ ലിറിക്കൽ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു പാട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത ഒരു പാട്ടിൻ്റെ ഒരു ഓണപ്പാട്ടിൻ്റെ ഒരു ഓഡിയോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. കാരണം മറ്റുള്ള പാട്ടുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിനായിട്ട് നമ്മൾ ഈ മ്യൂസിക്കിൻ്റെ സിമ്പലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വീണ്ടും ഒന്നുകൂടി ആ ഒരു മ്യൂസിക്കിൻ്റെ സിമ്പലിൽ ക്ലിക്ക് ചെയ്തിട്ട് മൈ മ്യൂസിക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പാട്ട് എവിടെയാണോ കിടക്കുന്നത് ആ പാട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് വേണ്ട വിധത്തിൽ നമ്മൾ ആ പാട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു പാട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ പാട്ടിൻ്റെ റൈറ്റ് സൈഡിൽ യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ? അതിനുശേഷം നമ്മളിതിന് എഫക്റ്റുകൾ കൊടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഇമേജിൽ നിന്ന് അടുത്ത ഇമേജിലേക്ക് പോകുന്ന ഒരു
ആ ഒരു കട്ടിങ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് ഇമേജിൻ്റെയും സെൻട്രലായിട്ട് നമുക്കൊരു സ്ക്വയർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് കുറേ അനിമേഷൻ എഫക്ട്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലേത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫെയ്ഡ് ആകുന്ന ഒരു എഫക്റ്റാണ് ഉപയോഗിക്കുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയുടെയും ആ ഒരു സ്ക്വയറിലെ ഒരു എഫക്റ്റ് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എഫക്റ്റിൻ്റെ ഒരു സൈസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് എത്രത്തോളം സ്പീഡ് വേണം ആ ഫെയ്ഡ് ആകുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1.8 വെച്ചു. അതിനുശേഷം ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഡബിൾ ടിക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസിഷൻ അപ്ലൈ ടു ആളെന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ എല്ലാ ഒരു ഇമേജിൻ്റെയും ഇടയിലുള്ള എഫക്ട്സുകൾ ഒരുപോലെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു പാട്ടിൻ്റെ ആ ഒരു സൈസിലേക്ക് നമ്മുടെ ഇപ്പോൾ പാട്ട് കൂടുതലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ സൈസിലേക്ക് നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഓരോ ഇമേജുകളും നീക്കുന്നതിനായിട്ട് നമ്മളൊരു ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഓപ്ഷനുകൾ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഡ്യൂറേഷൻ ഇങ്ങനെ കൂട്ടിക്കൊടുക്കാം. ഓക്കെ, നമുക്കൊരു 9.3 വെക്കാം. എന്നാലേ കറക്റ്റ് ആവുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ 9.3 വെച്ചു. ഡബിൾ ടിക്ക് കൊടുത്തു. അപ്ലൈ ടു ഓട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. കാരണം നമുക്ക് കാണാൻ സാധിക്കും മ്യൂസിക്കിൻ്റെ ആ ഒരു സിമ്പിളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമ്മുടെ മ്യൂസിക്കും താഴെയായിട്ട് ആ ഇമേജിൻ്റെ ലെയർ ഒരുപോലെ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഇനിയാണ് നമ്മളിതിലേക്ക് ലിറിക്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഒന്ന് ബാക്ക് അടിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഇപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു വീഡിയോ അവിടെ ഡ്രാഫ്റ്റിൽ സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്ക് അടിച്ചിറങ്ങിയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത കോഡ് FM എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ മുകളിലായിട്ട് കാണുന്ന ഒരു ടൈപ്പിംഗ് സെഷനിലെ നമ്മളുടെ പാട്ടിൻ്റെ ലിറിക്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടെ. ഇപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ലിറിക്സിൽ ഇപ്പോൾ ഓരോ വരികൾ എങ്ങനെയാണോ ആ പാട്ടിൽ പാടിയിരിക്കുന്ന ആ വരികൾ എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ച് നമുക്ക് സ്പേസ് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ടായാലും ബാക്കി ഡിലീറ്റ് ചെയ്തിട്ടായാലും ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ സ്പേസ് കൊടുത്ത് തന്നെ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ലിറിക്സ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മളിവിടെ താഴെയായിട്ട് നമുക്കൊരു സ്ക്വയറിലെ ഒരു ടൈപ്പിൻ്റെ ഒരു സിമ്പിൾ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കും നമ്മൾ ടൈപ്പ് ചെയ്ത ആ ഒരു പാട്ടിൻ്റെ ലിറിക്സുകൾ ഇവിടെ താഴെയായിട്ട് കോപ്പി ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ബാക്ക് അടിക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. വീഡിയോസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ആ ഒരു ഫയൽ നമുക്കൊരു 54 സെക്കൻഡിൻ്റെ ഫയൽ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു T എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും T എന്ന് പറയുന്ന ടെക്സ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലുള്ള ഈ ടൈപ്പിംഗ് സെഷനിലെ നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോൾ പേസ്റ്റ് ഒന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു പാട്ട് നമുക്കിവിടെ പേസ്റ്റ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്കിതിൻ്റെ ഫോണ്ടുകൾ കൊടുക്കാൻ ആണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഫോണ്ടുകളായിട്ട് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ കുറേ ഇംഗ്ലീഷ് അക്ഷരങ്ങളായിരിക്കും കാണിക്കുന്നത്. അപ്പം നമുക്ക് ആ ഫോണ്ടുകൾ വരുത്തുന്നതിനായിട്ട് നമുക്കിവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ എയുടെയും സ്മോൾ ലെറ്റർ എയുടെയും ഒരു സിമ്പിൾ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഡൗൺലോഡിങ്ങിൻ്റെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഫോൾഡറിലേക്കായിരിക്കും പോകുന്നത്. ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ഫോണ്ടുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. FML അഖില, FML ഇന്ദുലേഖ, FML മോഹിനി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫോണ്ടുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്കിതിൽ ഏത് ഫോണ്ടാണോ വേണ്ടത് നമുക്കതിൽ നിന്നും ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. അപ്പം നാട് കണ്ടില്ലേ നമ്മുടെ ആ ഒരു ഫോണ്ട് വേറൊരു ഫോണ്ടായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണ്ട് നമുക്കിനി വേണ്ടാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ ഒരു ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേറെ ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം വേറൊരു ഫോണ്ട് സെലക്ട് ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ വേറൊരു ഫോണ്ടായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഫോണ്ട് നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഫോണ്ടിൻ്റെ ലെയർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ പാട്ടിൻ്റെ ഫുൾ ലെങ്തിലേക്കാക്കി വെക്കുക. ഓക്കെ, എന്നിട്ടാണ് ഇനിയാണ് നമ്മൾ ഈ പാട്ടിൻ്റെ വരി പാടുന്നതിനനുസരിച്ച് നമുക്ക് ഈ ലിറിക്സ് കൊണ്ടുവരേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനൊന്ന് എഫക്ട്സ് കൊടുക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ലിറിക്സിന് മൊത്തത്തിൽ ഒന്നിച്ചങ്ങ് എഫക്ട്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിനായിട്ട് എഫക്ട്സ് കൊടുക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. എഫക്ട്സ് കൊടുക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഒരു അനിമേഷൻ്റെ ഒരു സിമ്പിൾ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ എഫക്ട്സുകൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണുന്ന ഒരെണ്ണം ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. രണ്ടാമത്തെ ആണെങ്കിൽ വേറെ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കാണുന്ന ഏതൊരു ഓപ്ഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം കാണുന്ന ഈ ഒരു
4 സ്ക്വയർ വരുന്ന ആദ്യം കാണുന്ന ഒരു എഫക്ട്സ് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഇവിടെ ലെവൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ലെവൽ നമ്മൾ ഫുള്ളാക്കി ഇടുക. അതിനുശേഷം നമുക്കിതിൻ്റെ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഇൻ ഔട്ട് ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഫെയ്ഡിൻ്റെ ഒരു ഓപ്ഷൻ കാണാം, അനിമേഷൻ. അതിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഇതിനുള്ള അനിമേഷനും കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് കളർ കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ എഡിറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു കളറിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു കളറിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറേ കളറുകൾ കാണാം. അതിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിൽ ഓരോ കളറിൽ നിൽക്കുന്നതനുസരിച്ച് ആ കളറുകൾ മാറുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇനിയാണ് നമ്മൾ പാട്ട് പ്ലേ ചെയ്യുക. ഫസ്റ്റ് വരി ഓണനിലാവേ എന്നുള്ള വരി അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഈ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ആ ഒരു പോർഷൻ അവിടെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ സ്പ്ലിറ്റ് ചെയ്ത പോർഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഓണനിലാവേ എന്നുള്ളത് ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതുണ്ട്. അതിനായിട്ട് എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെയുള്ള ഈ ഒരു നമ്മുടെ ഈ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളയാം ബാക്കിയുള്ള പോർഷനുകൾ. ഓക്കെ, ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. കൊടുത്തിട്ട് നമുക്ക് ഈ ഇതിൻ്റെ സൈസ് നമുക്ക് വലുതാക്കി. ഓക്കെ, ഇപ്പോൾ ഓണനിലാവേ മാത്രമാണുള്ളത്. ഞാനിപ്പോൾ ഇത് ഇവിടെ ആയിട്ട് വെച്ചു. അതിനുശേഷം നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. കണ്ടില്ലേ? അതിനുശേഷം നമ്മൾ അടുത്ത വരി നമ്മൾ കേട്ടിട്ട് അടുത്ത വരി എവിടെയാണോ തീരുന്നത് അവിടെ നമ്മൾ കട്ട് ചെയ്യുക. ഓക്കെ, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് സ്പ്ലിറ്റ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ എഡിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അത് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള പോർഷനുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അതെവിടെയായിട്ടാണോ വെക്കേണ്ടത് അവിടെയായിട്ട് നമ്മളത് വെക്കുക. അതിൻ്റെ ഞാനിപ്പോൾ അത് ഇവിടെയായിട്ട് കൊണ്ടുവച്ചു. സൈസൊക്കെ അത്യാവശ്യം ഇങ്ങനെയാണോ വേണ്ടത് വെച്ചിട്ട് വീണ്ടും നമ്മൾ ആദ്യമായിട്ടൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ? ഇങ്ങനെ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പോർഷൻ എങ്ങനെ എവിടെയാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് അവിടെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അവിടെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അവിടെ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തു. കട്ട് ചെയ്ത ആ ഒരു ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് കൊടുക്കുന്നു, ഡിലീറ്റ് കൊടുക്കുന്നു. ഓക്കെ, ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്കത് എവിടെയാണോ വെക്കേണ്ടത് അവിടെയായിട്ട് നമ്മൾ കൊണ്ടുവെക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ഓരോ പോർഷനുകളും പാട്ടിൻ്റെ വരികൾ വരുന്നതിനനുസരിച്ച് എവിടെ വെച്ചാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് അത് എവിടെയൊക്കെയാണോ കൊണ്ടുവെക്കേണ്ടത് അവിടെയൊക്കെ കൊണ്ടുവെക്കുക. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. എഫക്ട്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഇനി നമ്മളിതൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ? ഇങ്ങനെ എഫക്റ്റുകളോട് കൂടിയിട്ട് നല്ല ഫോണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് ലിറിക്കൽ വീഡിയോകൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലും നല്ലതായിട്ട് നിങ്ങൾക്ക് ഓരോരോ എഫക്റ്റുകളൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.